അപ്പോഴേ ഇന്ന് നമ്മൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാലപ്പം തയ്യാറാക്കില്ല. എപ്പോഴും ഒരേപോലത്തെ പാലപ്പല്ലേ നമ്മൾ കഴിക്കാറ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇത് കടകൾക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെ അല്ലേ ഞായറാഴ്ച, ഇന്നലെ നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പം എനിക്കാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ പൊന്തി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് നമ്മളിപ്പോൾ പച്ചരിയാണ് എടുത്തേക്കണത്. അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം, എന്നാലും പാലപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു 1.25 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കണത്. എൻ്റെ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കടയിൽ വെച്ചിട്ടാണ്. അപ്പോൾ വെളുപ്പിന് 6 മണിക്കാണ്ട് അരി വെള്ളത്തിലിട്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കടയിൽ ഇന്നലെ പെയിൻറ്റിങ്ങും ക്ലീനിങ്ങും ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അനീഷും കൂടി വെളുപ്പിന് പോയിട്ടുണ്ടായിരുന്നു കടയിലേക്ക്. അപ്പോൾ പണിക്കാർ വന്നേക്ക് മുമ്പ് ഞാൻ അരി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 7 മണിയായപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ക്യാരറ്റാണ്. അത് തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതായത് നമ്മുടെ അരി കുതിർന്നത് മിക്സർ ജാറിലേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ കറക്റ്റ് സമയം പറയണത് വേറെ ഒന്നുമല്ല, നമുക്ക് രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതിന് ശേഷം പാലപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കറക്റ്റ് സമയവും അതേപോലെ അളവും പറയണത്. ഇനി 3/4 ഗ്ലാസ് തേങ്ങയും 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ നമ്മുടെ തേങ്ങ വെള്ളം അതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വൈകുമെന്നുള്ളൂ ഈ ഒരു മാവ് പൊന്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ ക്യാരറ്റ് ചേർക്കണമെന്നില്ല, ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ടായാലും നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിയും 3/4 ഗ്ലാസ് തേങ്ങയും 1/4 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളവും 2 ക്യാരറ്റും ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഇതിലൊരു 2 പീസ് ക്യാരറ്റിൻ്റെ കഷ്ണം കിടപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ന്യൂട്രി കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊന്താനായിട്ട് എടുത്ത് വെക്കാം. 7 മണിക്കാണ് മാവ് അരച്ച് വെച്ചത്. അപ്പോഴേക്കും നമ്മുടെ കടയിലെ പണിക്കാർ വന്നു പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ എല്ലാം അത് വാരി വലിച്ചിട്ടപ്പോൾ എന്നോട് അനീഷ് പറഞ്ഞു, നീ ആ മാവൊക്കെ ഇട്ട് പോയിക്കോ, എന്നിട്ട് വീട്ടിൽ കൊണ്ടിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വീട്ടിൽ അടുത്ത് തന്നെയുള്ള വീട്ടിൽ വന്ന് അവിടെ വെച്ച് സാധനം ഒരു 8-8:15 ആയപ്പോൾ നോക്കിയപ്പോൾ മാവ് പൊതഞ്ഞ് പൊന്തിയിട്ടുണ്ട്. അത്ര വലിയതായിട്ട് പൊതഞ്ഞൊന്നും പൊന്തിയില്ല, സാധാരണ രീതിയിൽ പാത്രം കവിഞ്ഞൊന്നും പോയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാ. പണ്ടത്തെ കാരണന്മാരെ ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും ചേർക്കാമല്ല, അവർ മാവ് അരച്ചിട്ട് എന്ത് ചെയ്തു അടപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു അത് കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നേരെ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച്. അപ്പോൾ ഗ്യാസിന് നേരെ ചൂടുണ്ടായിരുന്നു, കാരണം എന്ന് വെച്ചാൽ ചായയൊക്കെ വെച്ചതിൻ്റെ ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടിയിട്ടാ. പിന്നെ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഈസ്റ്റ് ഇടാണ്ട് തേങ്ങ വെള്ളത്തിലാണെങ്കിലും അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അടപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഒരപ്പമൊക്കെ ചുട്ടെടുത്തിട്ടെ ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ അപ്പം ചുടലൊക്കെ കഴിഞ്ഞ് ഇനി 2ാമത്തെ അപ്പത്തിനുള്ള മാവ് ഒഴിക്കണുണ്ട്. അപ്പം നമ്മൾ മാവ് ഒഴിച്ചിട്ടേ ഒന്ന് ചുറ്റിച്ചതിന് ശേഷമില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അപ്പില്ലേ ഒരു ഡ്രൈ പോലെ ആയിപ്പോവും. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിരിക്കും. അപ്പം ഞാൻ അപ്പത്തിന് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാനൊരു 9-9:30 ആയപ്പോഴേക്കും അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ കിട്ടിയ ആൾമാർ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല. അപ്പോൾ അവർ എന്നോട് ചോദിച്ച് ഇതെങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ, അപ്പോൾ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ചാനലിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.